ഹലോ, നമുക്കിന്നൊരു ടീ കേക്ക് ഉണ്ടാക്കിയാലോ? വൈകുന്നേരം ചായയോടൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു സോഫ്റ്റായ യമ്മി കേക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? വലിയ 4 മുട്ട, 1 കപ്പ് മൈദപ്പൊടി. ഈ കപ്പ് അളവിലാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. ആ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽ 1.5 ടീസ്പൂൺ വനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട്. ഉപ്പ് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മളുടെ മുട്ടയുടെ സ്മെല്ല് കേക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇടയിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കട്ടായിപ്പോയി കേട്ടോ. പിന്നെ ഇതാ മുട്ട നല്ല രീതിയിൽ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ പൊങ്ങി വരാറില്ല എന്ന് പലരും പറയലുണ്ട്. അതൊരു ടൈം വെച്ചിട്ടൊന്നല്ല ബീറ്റ് ചെയ്യൽ. പിന്നെ ഒരേ ഡയറക്ഷനിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. പിന്നെ ഇത് 1/4 കപ്പ് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല. 1-ലിട്ടിട്ട് മാത്രമേ, അതായത് ലോ സ്പീഡിലിട്ടിട്ട് മാത്രമേ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. നമ്മളിങ്ങനെ ഇടുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ റിബൺ ഷേപ്പിൽ വരുന്നതിന് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ ഒരു രീതിയാണ് എല്ലാവരും മുട്ട ബീറ്റ് ചെയ്യുന്നൊരു അതിൻ്റെ കറക്റ്റ് ഫോം എന്ന് വെച്ചാൽ അതാണ് എല്ലാവരും പറയലുള്ളത്. അപ്പോൾ ഇതാ ഞാൻ കേക്കിൻ്റെ ബാറ്റർ കുറച്ചായിട്ട് ഫോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ എടുക്കുന്ന ടൈമിൽ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കുത്തി ഇളക്കിയിട്ട് ഫോൾഡ് ചെയ്യാൻ പാടില്ല. കുറച്ച് സാവകാശം തന്നെ സ്ലോ ആയിട്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെയെല്ലാം ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളെ കേക്ക് നല്ല ഹൈറ്റ് വരും, പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ഓവന് ഫ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത്. 10 മിനിറ്റാണ്. മേലെയും താലും ഹീറ്റാകുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു സ്ക്വയർ മോൾഡിലാണ് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ചെറിയൊരു ഡിസൈന് പോലെ കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ബാറ്ററിൽ തന്നെ കളർ കൊടുത്തിട്ടാട്ടോ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് കാണാനും കൂടിയുള്ളൊരു ഭംഗി ഉണ്ടാവുമല്ലേ, നല്ല രസം ഉണ്ടാവുക. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ടൈമും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടാ നമ്മളെ ടീ കേക്ക്. നമുക്ക് വൈകുന്നേരം എല്ലാം ചായൻ്റെ കൂടെയെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണെന്ന് നമ്മൾ പറയേണ്ട, കാണുമ്പം തന്നെ തിരിയില്ല. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ വേറൊരു നല്ല വീഡിയോയുമായി കാണാം.